ഹായ്, നമസ്കാരം. സന്തോഷ് ജോർജ് കുളങ്ങര ബഹിരാകാശ യാത്ര നടത്തുന്നത് വെർജിൻ ഗാലക്റ്റിക് എന്ന കമ്പനി മുഖേനയാണെന്ന് നമുക്കറിയാം. വെർജിൻ കമ്പനിയുടെ സ്ഥാപകനായ റിച്ചാർഡ് ബ്രാൻസന്റെ കഥ ഒരു ത്രസിപ്പിക്കുന്ന കഥയാണ്. പഠനകാലത്ത് ഡിസ്ലെക്സിയ കാരണം പഠിക്കാൻ പുറകോട്ടായിരുന്നു നമ്മുടെ ഈ ബ്രാൻസൺ. സ്കൂളിലെ അവസാന ദിവസം ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞത്, നീ കോടീശ്വരനാവുകയോ അല്ലെങ്കിൽ ജയിലിൽ പോവുകയോ ചെയ്യും എന്നാണ്. ഇതുപോലെ ഒരു വാക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ആകാറാണ് പതിവ്. എന്നാൽ ബ്രാൻസൺ അതിനെ ഒരു ചലഞ്ചായി ഏറ്റെടുത്തു. 16-ാം വയസ്സിൽ അദ്ദേഹം പഠനം നിർത്തി. എന്നിട്ട് സ്റ്റുഡന്റ് എന്ന പേരിൽ ഒരു മാഗസിൻ ആരംഭിച്ചു. പണമുണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ കാലത്തെ തലമുറയുമായി ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഈ മാഗസിന് പണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം മെയിൽ ഓർഡർ റെക്കോർഡ് ബിസിനസ് ആരംഭിച്ചു. ബിസിനസ്സിൽ പുതിയതായതുകൊണ്ട് അദ്ദേഹം അതിനെ വെർജിൻ റെക്കോർഡ്സ് എന്ന് പേരിട്ടു. പിന്നീട് അദ്ദേഹം സ്ഥാപിച്ച എല്ലാ സ്ഥാപനങ്ങളുടെയും തുടക്കത്തിൽ വെർജിൻ എന്ന് ചേർക്കാൻ മറന്നില്ല. മെയിൽ ഓർഡർ ബിസിനസ് ഒരു റെക്കോർഡ് ഷോപ്പായി മാറി. പിന്നീട് അദ്ദേഹം ഒരു സംഗീത സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. അദ്ദേഹത്തിന് സാഹസിക യാത്രകൾ വളരെ ഇഷ്ടമായിരുന്നു. നിരവധി സാഹസിക യാത്രകൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു യാത്രയിലാണ് അദ്ദേഹം എയർലൈൻ രംഗത്തേക്ക് കാലെടുത്ത് വെക്കാം എന്ന ചിന്ത ഉണ്ടാകുന്നത്. വിമാനയാത്രാ ബിസിനസ് രംഗത്ത് പരിചയമില്ലാത്ത അദ്ദേഹത്തിന്റെ ഈ നീക്കം ഭ്രാന്തൻ നീക്കം എന്ന് വിളിച്ചവരെ വായടപ്പിക്കുന്ന രീതിയിൽ ബിസിനസ് വളർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പല വലിയ കമ്പനികളുമായി മത്സരിക്കാൻ വ്യത്യസ്തമായ മാർക്കറ്റിംഗ് രീതികൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സ്വന്തം ജീവൻ തന്നെ പണയം വെക്കാനായിട്ട് തയ്യാറായി. 1986 അദ്ദേഹം ഒരു പവർ ബോട്ടിൽ അറ്റ്ലാന്റിക് കടന്ന് റെക്കോർഡ് സ്ഥാപിച്ചു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഹോട്ട് എയർ ബലൂണിൽ അറ്റ്ലാന്റിക് കടന്ന ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറി. ഈ സാഹസികതകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഈ ബലൂൺ യാത്ര വളരെയധികം അപകടം പിടിച്ചതായിരുന്നു. എന്നാൽ ഇതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ കമ്പനിക്ക് വളരെയധികം പ്രചാരമാണ് നേടിക്കൊടുത്തത്. വെർജിൻ ബ്രൈഡ് ആരംഭിക്കാൻ വധുവിന്റെ വേഷമണിഞ്ഞതും ഒരു വലിയ കെട്ടിടത്തിന്റെ വശത്തുകൂടി താഴേക്ക് ഇറങ്ങിയതും അദ്ദേഹത്തിന്റെ കമ്പനികളെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. 2021 അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയായ വെർജിൻ ഗാലക്റ്റിക്കിൽ അദ്ദേഹം ബഹിരാകാശത്തേക്ക് പറന്നു. 16-ാം വയസ്സിൽ കേട്ട താൻ ഒരു കോടീശ്വരനാവുകയോ അല്ലെങ്കിൽ ജയിലിൽ പോവുകയോ ചെയ്യും എന്ന് പറഞ്ഞ വാചകം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചപ്പോൾ നമുക്ക് പ്രചോദനമാവുന്ന ഒരു കഥയാണ് റിച്ചാർഡ് ബ്രാൻസണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതം വിജയമാകട്ടെ. നന്ദി.